சிவகாமியே தாலாட்டும் சாமியே நான் தானே தெரியுமா சிவகாமியே சிவனில் நீயும் பாதியே அதுவும் உனக்கு புரியுமா. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളിപ്പോൾ പ്രിവ്യൂവിൽ കാണുന്ന ഈ ഒരു സ്റ്റാറ്റസ് നമുക്ക് എങ്ങനെ അലൈറ്റ് മോഷൻ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓളെന്ന ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 2 ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ബീറ്റ് മാർക്കും അതേപോലെ തന്നെ ഷേക്ക് ഫിറ്റും. ഈ ഓരോ ലിങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അലൈറ്റ് മോഷൻ ഓപ്പൺ ആയിക്കൊണ്ട് 2 പ്രോജക്റ്റും ആഡാവുന്നതായിരിക്കും. ആഡായതിനു ശേഷം നിങ്ങളവിടെ നിന്ന് ഒരു ബീറ്റ് മാർക്കിൻ്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഞാനിവിടെ 8 ഗ്രൂപ്പ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഞാൻ ആദ്യത്തെ ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യും, പക്ഷേ എഡിറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റെക്റ്റാങ്കിൾ ഷേപ്പ് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് സ്റ്റാർട്ടിങ്ങിലോട്ട് വരും. വന്നതിന് ശേഷം താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യും, മീഡിയ സെലക്ട് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ആരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഇമേജസ് ഏത് ഫോൾഡറിലാണ് കിടക്കുന്നത് അവിടെ നിന്ന് ഒരു ഫോൾഡർ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഇമേജ് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ഒരു ഇമേജിൻ്റെ ഡ്യൂറേഷൻ കുറവായിരിക്കും, അത് അവസാനം വരെ ആക്കണം. ഇതിനായി അവസാനം വന്നതിന് ശേഷം ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവസാനം വരെ ആവുന്നതായിരിക്കും. അതിന് ശേഷം ഈ ഒരു ഇമേജ് ഇതേപോലെ ലോങ് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് റെക്റ്റാങ്കിൾ ഷേപ്പിന് താഴെയായിട്ട് വെച്ച് കൊടുക്കും. ഇനി നമുക്ക് ഈ ഒരു ഇമേജിന് ഒരു എഫക്റ്റ് കൊടുക്കണം. അതിനായിട്ട് അവിടുന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യും, എഫക്റ്റ് സെലക്ട് ചെയ്യും, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യും. ശേഷം ഈ ഒരു സെർച്ച് ആക്കി സെലക്ട് ചെയ്തുകൊണ്ട് TI എന്ന് സെർച്ച് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ടൈൽസ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. അവിടുന്ന് ഒരു എഫക്റ്റ് സെലക്ട് ചെയ്യും, സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കും. ശേഷം അവിടുന്ന് ഒരു മിറർ എന്നുള്ളത് ഓൺ ചെയ്ത് കൊടുക്കും. ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യും. ശേഷം വീണ്ടും അവിടുന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യും, മൂവ് ആൻഡ് ട്രാൻസ്ഫർ സെലക്ട് ചെയ്യും. ശേഷം റൈറ്റ് സൈഡ് മൂന്നാമത്തെ സ്കെയിലിംഗ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതേപോലെ സൂം ഔട്ട് ചെയ്ത് കൊടുക്കും. ശേഷം റൈറ്റ് സൈഡ് ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു രീതിയിൽ ആ ഒരു ഫേസ് കാണുന്ന രീതിയിൽ നിങ്ങൾ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം ബാക്ക് വരും. ബാക്ക് വരുമ്പോൾ അവിടെ ഒരു ഇമേജ് ആഡായത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ശേഷം ആ ഒരു ലെയറിൻ്റെ ലെങ്ത്ത് കൂടി നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് നമുക്ക് കുറയ്ക്കണം. അതിലെ 3 സെക്കൻഡിലും 21 മില്ലി സെക്കൻഡിലും വന്നതിന് ശേഷം അവിടുന്ന് ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യും. ശേഷം ഈ ഒരു മൂന്നാമത്തെ കട്ടിങ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് അത്രയും ഫാർ റൈറ്റിലോട്ട് കട്ട് ചെയ്ത് കൊടുക്കും. ഈ ഒരു മെത്തേഡ് തന്നെ അടുത്ത ഗ്രൂപ്പിൽ നമുക്ക് ഇമേജ് ആഡ് ചെയ്യും. അതിനായി ഇവിടുന്ന് രണ്ടാമത്തെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യും, എഡിറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യും. ശേഷം സ്റ്റാർട്ടിങ്ങിലോട്ട് വരും. വന്നതിന് ശേഷം താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യും, മീഡിയ സെലക്ട് ചെയ്യും. ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന വേറൊരു ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കും. ശേഷം ഈ ഒരു ഇമേജിന്റെ ഡ്യൂറേഷനും കുറവായിരിക്കും, അത് കൂടണം. അതിനെ അവസാനം വരും. അവസാനം വന്നതിന് ശേഷം ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡ്യൂറേഷൻ അവസാനം വരെ ആവുന്നതായിരിക്കും. ശേഷം ആ ഒരു ഇമേജ് ഇതേപോലെ ലോങ് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത റെക്റ്റാങ്കിൾ ഷേപ്പിന് താഴെയായിട്ട് വെച്ച് കൊടുക്കും. ഇനി നമുക്ക് ഈ ഒരു ഇമേജിന് ഒരു എഫക്റ്റ് കൊടുക്കണം. ഞാൻ ആ ഒരു ഇമേജ് അവിടെ സെലക്ട് ചെയ്യും, എഫക്റ്റ് സെലക്ട് ചെയ്യും, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ നേരത്തെ ടൈൽസ് എഫക്റ്റ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ടൈൽസ് എഫക്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ടൈൽസ് എഫക്റ്റ് സെലക്ട് ചെയ്യും. ശേഷം ഈ ഒരു മിറർ ഓൺ ചെയ്ത് കൊടുക്കും. ശേഷം ബാക്ക് വരും. ബാക്ക് വന്നതിന് ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫർ സെലക്ട് ചെയ്യും. ശേഷം റൈറ്റ് സൈഡ് മൂന്നാമത്തെ സ്കെയിലിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക. ശേഷം റൈറ്റ് സൈഡ് ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഇതേപോലെ ഡ്രാഗ് ചെയ്ത ഒരു ഫേസ് കാണത്തക്ക വിധം ഈ ഒരു രീതിയിൽ നിങ്ങൾ വെച്ച് കൊടുക്കുക. ശേഷം ബാക്ക് വരും. ബാക്ക് വരുമ്പോൾ അവിടെ ഒരു ഇമേജ് ആഡായത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൻ്റെ ഡ്യൂറേഷൻ കൂടിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് കുറയ്ക്കാൻ വേണ്ടി അവിടുന്ന് ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യും. ശേഷം ഈ ഒരു മൂന്നാമത്തെ കട്ടിങ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് അത്രയും ഫാർ റൈറ്റിലോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മെത്തേഡിൽ തന്നെ ബാക്കിയുള്ള 6 ഗ്രൂപ്പിലും നിങ്ങൾ ഇതേപോലെ തന്നെ ഇമേജസ് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് വരുന്ന ഇമേജസ് ആഡ് ചെയ്യും. അതിനായി താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യും, മീഡിയ സെലക്ട് ചെയ്യും. ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഇമേജ് അവിടെ സെലക്ട് ചെയ്യും. ശേഷം റൈറ്റ് സൈഡ് മുഖാണ് 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കുക. ശേഷം അടുത്ത ബീറ്റ് മാർക്കിലോട്ട് വരിക. ഒരു മൂന്നാമത്തെ കട്ടിങ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് അത്രയും ഫാർ റൈറ്റിലോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ഇമേജ് ആഡ് ചെയ്യും. അത് ആഡ് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യും, മീഡിയ സെലക്ട് ചെയ്യും. ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഇമേജ് അവിടെ സെലക്ട് ചെയ്യും. ശേഷം റൈറ്റ് സൈഡ് മുഖാണ് 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കുക. ശേഷം അടുത്ത ബീറ്റ് മാർക്കിലോട്ട് വരിക. ഒരു മൂന്നാമത്തെ കട്ടിങ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് അത്രയും ഫാർ റൈറ്റിലോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മെത്തേഡിൽ തന്നെ അവസാനം വരെ ഓരോ ബീറ്റ് മാർക്കിനനുസരിച്ച് നിങ്ങൾ ഇമേജസ് ആഡ് ചെയ്ത് കൊടുക്കുക. അവസാനം വരെ ഇമേജസ് ആഡ് ചെയ്തതിനു ശേഷം നിങ്ങളോടൊന്ന് ബാക്ക് വരും. ബാക്ക് വന്നതിന് ശേഷം അവിടുന്ന് ഒരു ഷേക്ക് എഫക്റ്റിന്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിനു ശേഷം അവിടുന്ന് ആദ്യത്തെ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക, എഫക്റ്റ് സെലക്ട് ചെയ്യുക, ലെഫ്റ്റിലുള്ള 3 ഡോട്ട് ക്ലിക്ക് കൊണ്ട് കോപ്പി ഇഫക്റ്റ് എടുക്കുക. ശേഷം അവിടുന്ന് ബാക്ക് വരും. ബാക്ക് വന്നതിന് ശേഷം നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബീറ്റ് മാർക്കിന്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം ആദ്യത്തെ ഒരു ഇമേജ് അവിടുന്ന് സെലക്ട് ചെയ്യും. 3 സെക്കൻഡിലും 21 മില്ലി സെക്കൻഡിലും വന്നതിന് ശേഷം അവിടുന്ന് ഒരു ഇമേജ് സെലക്ട്
എഫക്റ്റ് സെലക്ട് ചെയ്യുക, ലെഫ്റ്റുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജ് എഫക്റ്റ് കൊടുക്കുക. ശേഷം അത് കഴിഞ്ഞ് വരുന്ന ഇമേജ് ഇവിടുന്ന് ഗ്യാപ്പ് കൊടുക്കുക. ശേഷം അടുത്ത ഇമേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക, എഫക്റ്റ് സെലക്ട് ചെയ്യുക, ലെഫ്റ്റുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജ് എഫക്റ്റ് കൊടുക്കുക. ഇതേപോലെ തന്നെ അടുത്ത ഇമേജ് ഇവിടുന്ന് ഗ്യാപ്പ് കൊടുക്കുക. ശേഷം അത് കഴിഞ്ഞ് വരുന്ന ഇമേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക, എഫക്റ്റ് സെലക്ട് ചെയ്യുക, ലെഫ്റ്റുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജ് എഫക്റ്റ് കൊടുക്കുക. ശേഷം അടുത്ത ഇമേജ് ഇവിടുന്ന് ഗ്യാപ്പ് കൊടുക്കുക. ശേഷം അത് കഴിഞ്ഞ് വരുന്ന ഇമേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക, എഫക്റ്റ് സെലക്ട് ചെയ്യുക, ലെഫ്റ്റുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജ് എഫക്റ്റ് കൊടുക്കുക. ഇതേപോലെ തന്നെ അടുത്ത ഇമേജ് ഇവിടുന്ന് ഗ്യാപ്പ് കൊടുക്കുക. ശേഷം അത് കഴിഞ്ഞ് വരുന്ന ഇമേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക, എഫക്റ്റ് സെലക്ട് ചെയ്യുക, ലെഫ്റ്റുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജ് എഫക്റ്റ് കൊടുക്കുക. ഇതേപോലെ തന്നെ അടുത്ത ഇമേജ് ഇവിടുന്ന് ഗ്യാപ്പ് കൊടുക്കുക. ശേഷം അത് കഴിഞ്ഞ് വരുന്ന ഇമേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക, എഫക്റ്റ് സെലക്ട് ചെയ്യുക, ലെഫ്റ്റുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജ് എഫക്റ്റ് കൊടുക്കുക. ഇതേപോലെ തന്നെ അടുത്ത ഇമേജ് ഇവിടുന്ന് ഗ്യാപ്പ് കൊടുക്കുക. ഗ്യാപ്പ് വിട്ടതിന് ശേഷം അത് കഴിഞ്ഞ് വരുന്ന ഇമേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക, എഫക്റ്റ് സെലക്ട് ചെയ്യുക, ലെഫ്റ്റുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജ് എഫക്റ്റ് കൊടുക്കുക. അവസാനം വരെ നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഒരു ഇമേജ് ഗ്യാപ്പ് വിട്ട് കഴിഞ്ഞാൽ അടുത്ത ഇമേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക, എഫക്റ്റ് സെലക്ട് ചെയ്യുക, ലെഫ്റ്റുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജ് എഫക്റ്റ് കൊടുക്കുക. ശേഷം ഇവിടുന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ആ ഒരു ഷേക്ക് എഫക്റ്റിന്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടുന്ന് രണ്ടാമത്തെ ഒരു ഇമേജ് സെലക്ട് ചെയ്യും. ശേഷം എഫക്റ്റ് സെലക്ട് ചെയ്യുക, ലെഫ്റ്റുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് കോപ്പി എഫക്റ്റ് എടുക്കും. ശേഷം ഇവിടുന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നമ്മൾ എഡിറ്റ് ചെയ്ത് വിടുന്ന ഒരു ബീറ്റ് മാർക്കിന്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിനു ശേഷം രണ്ടാമത്തെ ഇമേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യും. 4 സെക്കൻഡിലും 19 മില്ലി സെക്കൻഡിലും വന്നതിന് ശേഷം അവിടുന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യും. ശേഷം എഫക്റ്റ് സെലക്ട് ചെയ്യുക, ലെഫ്റ്റുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജ് എഫക്റ്റ് കൊടുക്കുക. ശേഷം അത് കഴിഞ്ഞ് വരുന്ന ഇമേജ് ഇവിടുന്ന് ഗ്യാപ്പ് കൊടുക്കുക. ശേഷം അതിന് ശേഷമുള്ള ഇമേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക, എഫക്റ്റ് സെലക്ട് ചെയ്യുക, ലെഫ്റ്റുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജ് എഫക്റ്റ് കൊടുക്കുക. ഒരു മെത്തേഡിൽ തന്നെ എഫക്റ്റ് ആഡ് ചെയ്യാത്ത എല്ലാ ഇമേജിനും നിങ്ങൾ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇവിടുന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ആ ഒരു ഷേക്ക് എഫക്റ്റിന്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ 2 റെക്ടാങ്കിൾ ഷേപ്പ് കാണാൻ വേണ്ടി സാധിക്കും. അതിനകത്ത് ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക, അടുത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഈ ഒരു ചെറിയൊരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ 2 ലെയർ ഇവിടുന്ന് കോപ്പി എടുക്കുക. ശേഷം ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബീറ്റ് മാർക്കിന്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിനു ശേഷം ഈ ഒരു ചെറിയൊരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ 2 ലെയർ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നമുക്ക് ഗാലറിയിലോട്ട് സേവ് ചെയ്യും. സേവ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡ് മുക്കാണെങ്കിൽ ഈ ഒരു ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്യും. ശേഷം വീഡിയോയുടെ നേരെ നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസൊല്യൂഷൻ കൊടുത്തുകൊണ്ട് എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഗാലറിയിലോട്ട് സേവ് ആവുന്നതായിരിക്കും. എൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.